ISC2-ന്റെ സർട്ടിഫൈഡ് ഇൻ സൈബർ സെക്യൂരിറ്റി അഥവാ CC പരീക്ഷ പാസ്സാകാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടോ എങ്കിൽ നിങ്ങൾ ശരിയായ സ്ഥലത്താണ്. ഇതിനകം ഈ പരീക്ഷ പാസ്സായവരുടെ അനുഭവങ്ങളിൽ നിന്നും ഉപദേശങ്ങളിൽ നിന്നും തയ്യാറാക്കിയ ഒരു വ്യക്തമായ റോഡ് മാപ്പാണ് നമ്മളിന്ന് നോക്കാൻ പോകുന്നത്. ഒന്ന് ആലോചിച്ചു നോക്കൂ, ഈയൊരു ഇമെയിൽ നിങ്ങളുടെ ഇൻബോക്സിൽ വരുന്നത്. ഇതാണ് നമ്മുടെ ലക്ഷ്യം. ഈയൊരു വിജയത്തിലേക്കെത്താനായി നമുക്ക് ഒരുമിച്ച് തയ്യാറെടുക്കാം. ഇതൊരു തുടക്കം മാത്രമാണ്. അപ്പോൾ ഈ യാത്രയിൽ നമ്മൾ എന്തൊക്കെയാണ് കവർ ചെയ്യാൻ പോകുന്നത്? ആദ്യം CC പരീക്ഷയെക്കുറിച്ച് കുറച്ചു കാര്യങ്ങൾ, പിന്നെ എങ്ങനെ ഇത് സൗജന്യമായി രജിസ്റ്റർ ചെയ്യാം, എന്തൊക്കെയാണ് പഠിക്കേണ്ടത്, ഏറ്റവും നല്ല സ്റ്റഡി മെറ്റീരിയൽസ് ഏതൊക്കെയാണ്, പരീക്ഷാ ദിവസം എന്തൊക്കെ ശ്രദ്ധിക്കണം, അവസാനം പരീക്ഷ പാസ്സായി കഴിഞ്ഞാൽ എന്തു ചെയ്യണം, എല്ലാം നമ്മൾ നോക്കും. ശരി, അപ്പം നമുക്ക് തുടങ്ങാം അല്ലേ? ആദ്യം തന്നെ ഈ CC എക്സാം എന്താണെന്നും അതിൻ്റെ ഘടന എങ്ങനെയാണെന്നും കൃത്യമായി മനസ്സിലാക്കാം. ഓക്കെ, അപ്പോൾ പരീക്ഷയുടെ ഒരു രൂപം ഇങ്ങനെയാണ്. 100 മൾട്ടിപ്പിൾ ചോയ്സ് ചോദ്യങ്ങളുണ്ടാവും. ഉത്തരം നൽകാൻ 2 മണിക്കൂർ, അതായത് 120 മിനിറ്റ് സമയം കിട്ടും. പക്ഷെ ഒരു കാര്യം പറയാം, മിക്കവാറും ആരും ആ 2 മണിക്കൂർ മുഴുവൻ എടുക്കാറില്ല. അതുകൊണ്ട് ടൈമിനെപ്പറ്റി അത്ര ടെൻഷൻ അടിക്കണ്ട. 1700 മാർക്കാണ് പാസ് മാർക്ക്. ഇനി പറയാൻ പോകുന്നത് വളരെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഇതൊരു വലിയ ട്രാപ്പാണ്. ഒരു ചോദ്യത്തിന് നിങ്ങൾ ഉത്തരം നൽകിക്കഴിഞ്ഞാൽ പിന്നെ പിന്നോട്ട് പോകാൻ പറ്റില്ല. അത് ശരിയാണോ തെറ്റാണോ എന്നൊന്നുകൂടി നോക്കാനോ ഉത്തരം മാറ്റാനോ ഒരു വഴിയുമില്ല. അതുകൊണ്ട് 100% ഉറപ്പുണ്ടെങ്കിൽ മാത്രം അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. ഈ സർട്ടിഫിക്കേഷന്റെ ഏറ്റവും വലിയൊരു അട്രാക്ഷൻ എന്താണെന്നറിയാമോ? തുടക്കക്കാർക്ക് എന്തുകൊണ്ടാണിത് ഇത്ര ഇഷ്ടം? നമുക്ക് നോക്കാം. 1 മില്യൺ, അതെ 10 ലക്ഷം. ISC2 10 ലക്ഷം പേർക്ക് ഈ പരീക്ഷ സൗജന്യമായി എഴുതാനുള്ള അവസരമാണ് കൊടുക്കുന്നത്. ഇതൊരു ചെറിയ കാര്യമല്ല. സൈബർ സെക്യൂരിറ്റി കരിയർ തുടങ്ങാൻ ആഗ്രഹിക്കുന്നവർക്ക് ഇതൊരു സുവർണ അവസരമാണ്. ഇത് മിസ് ചെയ്യരുത്. അപ്പോൾ ഇത് എങ്ങനെ ഫ്രീ ആയിട്ട് കിട്ടും? വളരെ സിമ്പിളാണ്. വെറും 3 സ്റ്റെപ്പുകൾ. ആദ്യം ISC2-ന്റെ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ പോയി രജിസ്റ്റർ ചെയ്യുക. അപ്പോൾ നിങ്ങൾക്കൊരു യുണീക്ക് വൗച്ചർ കോഡ് കിട്ടും. ആ കോഡും കൊണ്ട് നേരെ പിയേഴ്സൺ വ്യൂവിൻ്റെ വെബ്സൈറ്റിൽ പോയി പരീക്ഷ ബുക്ക് ചെയ്യാം. അത്രയുള്ളൂ. ഓക്കെ, രജിസ്ട്രേഷനൊക്കെ കഴിഞ്ഞോ? ഇനി കാര്യത്തിലേക്ക് കടക്കാം. എന്തൊക്കെയാണ് പഠിക്കേണ്ടത്? സിലബസിൽ എന്തൊക്കെയാണ് ഉള്ളതെന്ന് നോക്കാം. അപ്പോൾ ഇതാണ് പരീക്ഷയുടെ മെയിൻ ടോപ്പിക്കുകൾ, അല്ലെങ്കിൽ ഡൊമെയിനുകൾ എന്ന് പറയാം. സെക്യൂരിറ്റി പ്രിൻസിപ്പിൾസ്, ബിസിനസ് കണ്ടിന്യൂയിറ്റി, ആക്സസ് കൺട്രോൾ. ഇവയെല്ലാം സൈബർ സെക്യൂരിറ്റിയുടെ ഏറ്റവും ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളാണ്. ഇതിലൊരു നല്ല ധാരണയുണ്ടെങ്കിൽ തന്നെ പകുതി ജയിച്ചു. ഇനി ഒരു സീക്രട്ട് ടിപ്പ് പറയാം. പരീക്ഷ പാസ്സായ എല്ലാവരും ഒരേപോലെ പറയുന്ന ഒരു കാര്യമാണ് നെറ്റ്വർക്ക് സെക്യൂരിറ്റി. ഇതിനെക്കുറിച്ച് കൂടുതൽ ശ്രദ്ധ കൊടുക്കണം. കാരണം ഒരുപാട് ചോദ്യങ്ങൾ ഈ ഭാഗത്തു നിന്നാണ് വരാറുള്ളത്. ഇത് മറക്കരുത്. നെറ്റ്വർക്കിംഗ് പോലെ തന്നെ പ്രധാനപ്പെട്ട പക്ഷെ പലരും വിട്ടുപോകാൻ സാധ്യതയുള്ള കുറച്ച് ടോപ്പിക്കുകൾ കൂടിയുണ്ട്. ഡേറ്റ ലൈഫ് സൈക്കിൾ മാനേജ്മെന്റ്, പിന്നെ പലതരം സെക്യൂരിറ്റി കൺട്രോളുകൾ, അതായത് ടെക്നിക്കൽ, ഫിസിക്കൽ, ലോജിക്കൽ, പിന്നെ ആക്സസ് കൺട്രോൾ മോഡലുകളായ RBAC, MAC, DAC. ഇവയൊക്കെ എന്താണെന്ന് കൃത്യമായി അറിഞ്ഞിരിക്കണം. അപ്പോൾ പഠിക്കാനുള്ള ടോപ്പിക്കൊക്കെ മനസ്സിലായി. ഇനി എവിടുന്ന് പഠിക്കും? ISC2 തരുന്ന മെറ്റീരിയൽ മാത്രം മതിയോ? സത്യം പറഞ്ഞാൽ പോരാ. എന്തുകൊണ്ടാണെന്ന് നോക്കാം. ഇവിടെയാണ് പലർക്കും തെറ്റുപറ്റുന്നത്. ISC2-ന്റെ ഒഫീഷ്യൽ കോഴ്സ് നല്ലതാണ്, ഒരു ബേസിക് ഐഡിയ കിട്ടും. പക്ഷെ അതിലെ പ്രാക്ടീസ് ചോദ്യങ്ങളുണ്ടല്ലോ, അത് റിയൽ എക്സാമിനേക്കാൾ ഒരുപാട് എളുപ്പമാണ്. അതുകൊണ്ട് ആ എളുപ്പമുള്ള ചോദ്യങ്ങൾ മാത്രം ചെയ്തു പോയാൽ പണി കിട്ടും. യഥാർത്ഥ പരീക്ഷയുടെ ഒരു ഫീൽ കിട്ടണമെങ്കിൽ പുറത്തുനിന്നുള്ള റിസോഴ്സസ് ഉപയോഗിച്ചേ പറ്റൂ. അപ്പോൾ ഏതൊക്കെയാണ് ഈ പുറത്തുനിന്നുള്ള റിസോഴ്സസ്? പരീക്ഷ പാസ്സായവർ ഏറ്റവും കൂടുതൽ റെക്കമെൻഡ് ചെയ്യുന്നത് ഇവയാണ്. 1, യൂട്യൂബിലെ പ്രോബ്നെയർ എന്ന ചാനൽ. നല്ല കിഡ്ലൻ എക്സ്പ്ലനേഷനാണ്. പിന്നെ യൂഡെമിയിൽ ഒരുപാട് പ്രാക്ടീസ് ടെസ്റ്റുകൾ കിട്ടും. അത് വാങ്ങി ചെയ്താൽ റിയൽ എക്സാം എഴുതുന്ന പോലെ ഇരിക്കും. കുറച്ചുകൂടി ഡീപ്പായി പഠിക്കണമെങ്കിൽ ലിങ്ക്ഡിൻ ലേണിംഗിൽ മൈക്ക് ചാപ്പലിൻ്റെ കോഴ്സുണ്ട്. അതും നല്ലതാണ്. ഓക്കെ, പഠിത്തമൊക്കെ കഴിഞ്ഞു. ഇനി ആ വലിയ ദിവസം, എക്സാം ഡേ. ടെൻഷൻ അടിക്കേണ്ട ഒരു കാര്യവുമില്ല. ടെസ്റ്റ് സെന്ററിൽ എന്തൊക്കെയാണ് നടക്കുക എന്ന് നമുക്ക് നേരത്തെ തന്നെ അറിഞ്ഞുവെക്കാം. അപ്പോൾ പിന്നെ ഒരു പേടിയും വേണ്ട. പരീക്ഷാ സെന്ററിലേക്ക് പോകുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ: മറക്കാതെ 2 ID കാർഡ് കയ്യിലെടുക്കണം. അവിടെ ഒരു 15 മിനിറ്റോളം വെരിഫിക്കേഷൻ പ്രോസസ്സ് ഉണ്ടാകും. നിങ്ങളുടെ ഫോട്ടോയും വിരലടയാളവും ഒക്കെ എടുക്കും. റഫ് വർക്ക് ചെയ്യാനായി അവരൊരു ചെറിയ ബുക്കും മാർക്കറും തരും. പിന്നെ ഞാൻ വീണ്ടും പറയാണ്, ഒരു തവണ ഉത്തരം കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ മാറ്റാൻ പറ്റില്ല. അത് മനസ്സിൽ ഉറപ്പിച്ചു വയ്ക്കുക. അങ്ങനെ നിങ്ങൾ പരീക്ഷ എഴുതി സ്ക്രീനിൽ പാസ് എന്ന് കാണിക്കുന്നു. ആ ഒരു സന്തോഷം അത് പറഞ്ഞറിയിക്കാൻ പറ്റില്ല. പക്ഷെ അതുകൊണ്ട് തീർന്നില്ല. സർട്ടിഫിക്കറ്റ് കയ്യിൽ കിട്ടാൻ കുറച്ച് കാര്യങ്ങൾ കൂടി ചെയ്യാനുണ്ട്. എന്തൊക്കെയാണെന്ന് നോക്കാം. ശരി, പരീക്ഷ പാസ്സായിക്കഴിഞ്ഞാൽ ഈ 4 സ്റ്റെപ്പുകൾ കൂടിയുണ്ട്. ആദ്യം ISC2-ൽ നിന്ന് ഒരു ഒഫീഷ്യൽ കോൺഗ്രാറ്റുലേഷൻസ് ഇമെയിൽ വരും.
അത് കിട്ടിക്കഴിഞ്ഞാൽ ഒരു ഓൺലൈൻ ആപ്ലിക്കേഷൻ ഫിൽ ചെയ്യണം. പിന്നെ ഒരു $50 വാർഷിക ഫീസുണ്ട്, അതും അടയ്ക്കണം. ഇത്രയും ചെയ്താൽ മതി. നിങ്ങൾ ഒഫീഷ്യലായി ISC2ന്റെ മെമ്പറായി. നിങ്ങളുടെ ഡിജിറ്റൽ ബാഡ്ജും കയ്യിൽ കിട്ടും. അപ്പോ ഈ സർട്ടിഫിക്കേഷൻ ഒരു ഫുൾ സ്റ്റോപ്പ് അല്ല, അതൊരു തുടക്കം മാത്രമാണ്. സൈബർ സെക്യൂരിറ്റി എന്ന വലിയ ലോകത്തേക്കുള്ള നിങ്ങളുടെ എൻട്രി ടിക്കറ്റാണിത്. ഇനി ഇവിടെ നിന്ന് നിങ്ങളുടെ കരിയർ എവിടേക്ക് കൊണ്ടുപോകണം, ആ ചോദ്യം നിങ്ങളോട് തന്നെ ചോദിച്ചു തുടങ്ങാനുള്ള സമയമായി.